കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ്. കൂടെ GK ഉണ്ടാവും. ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടോപ്പിക്ക് ഒളിമ്പിക്സ് ആണ്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആണ് പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്ന് തന്നെയാണ് ഹെഡ്ലൈൻ എഴുതേണ്ടത്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 നടക്കേണ്ടിയിരുന്ന ടോക്കിയോ ഒളിമ്പിക്സ് ആണ്. 2020 നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സ് ആണ്. അത് 2021 നടക്കുന്നത്. അങ്ങനെ നടത്താനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ലോകം മൊത്തം പടർന്നു പിടിച്ച കൊറോണയാണ്, കോവിഡാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ എന്താണ്? ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്നാണ്. അതിൽ നിന്ന് നോക്കാം. ടോക്കിയോ എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാൻ്റെ തലസ്ഥാനമാണ് ടോക്കിയോ നഗരം. ടോക്കിയോ എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാൻ്റെ തലസ്ഥാനമാണ് ടോക്കിയോ നഗരം. ജപ്പാൻ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ കൺട്രിയാണ്, ഏഷ്യൻ രാജ്യമാണ്. ഈ ഒളിമ്പിക്സിൻ്റെ, ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമായിരുന്നു യുണൈറ്റഡ് ബൈ ഇമോഷൻ. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്താണ്? യുണൈറ്റഡ് ബൈ ഇമോഷൻ. പ്രധാനപ്പെട്ടതാണ്. യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ മുദ്രാവാക്യമാണ്? ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമാണ് യുണൈറ്റഡ് ബൈ ഇമോഷൻ. ഓക്കെ, അടുത്ത ഒരു പോയിന്റ്, എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് ഈ 2021 നടന്നത്? എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? 32ാമത്തെ ഒളിമ്പിക്സ് ആണ്. എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? 32ാമത് ഒളിമ്പിക്സ് ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ്. 32ാമത് ഒളിമ്പിക്സ് ആണ് ടോക്കിയോ ഒളിമ്പിക്സ്. ഈ നമ്പർ ഓർമ്മയിൽ വേണം. 32ാമത് ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ്. ഇത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് നടന്നത്? എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഈ ഒളിമ്പിക്സ് നടന്നത്? ടോക്കിയോ ഒളിമ്പിക്സ് 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയായിരുന്നു ഇതിൻ്റെ കാലയളവ്. ഇത് നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെ. 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? മിറൈറ്റോവയാണ് ഇതിൻ്റെ ഭാഗ്യചിഹ്നമായിരുന്നത്. അതിന് ഒരു മീനിങ് ഉണ്ട്. അനശ്വരമായ ഭാവി എന്നാണ് മിറൈറ്റോവയുടെ മീനിങ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ടോക്കിയോ ഒളിമ്പിക്സ് 2020 2020 ഒളിമ്പിക്സ് നടക്കുന്നത് 2021 32ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഭാഗ്യചിഹ്നം എന്താണ്? മിറൈറ്റോവയാണ്. ഓക്കെ, 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമായിരുന്നു യുണൈറ്റഡ് ബൈ ഇമോഷൻ. യുണൈറ്റഡ് ബൈ ഇമോഷൻ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമായിരുന്നു. സാധാരണ ഒളിമ്പിക്സിന് ഒരു മുദ്രാവാക്യമുണ്ട്. ഓരോ രാജ്യത്ത് നടക്കുമ്പോൾ അവരവരുടേതായ മുദ്രാവാക്യങ്ങളുണ്ടാവും. അതല്ലാതെ ഒളിമ്പിക്സിന് സാധാരണ ഒരു മുദ്രാവാക്യമുണ്ട്. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ കരുത്തോടെ എന്നാണ്. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. എന്താണ്? ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ എന്നാണ്. ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടി പറയാം. ഫാസ്റ്റർ അല്ലെങ്കിൽ മോട്ടോ ആണ് മുദ്രാവാക്യം, അല്ലെങ്കിൽ മോട്ടോ ആണ്. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ കരുത്തോടെ എന്നാണ്. അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടി ഈ പ്രാവശ്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് ടുഗദർ. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ ആൻഡ് ടുഗദർ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. യുണൈറ്റഡ് ബൈ ഇമോഷൻ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം. ഒളിമ്പിക്സിൻ്റെ സാധാരണയുള്ള മോട്ടോ എന്താണ്? ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നത് ടോക്കിയോയിലാണ്, ജപ്പാനിലാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതാരാണ്? നറുഹിതോ ചക്രവർത്തിയാണ്. ആരാണ്? നറുഹിതോ ചക്രവർത്തി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ
ഉദ്ഘാടനം നിർവഹിച്ചതാരാണ്? നറുഹിതോ ചക്രവർത്തിയാണ്. അതിന് ദീപം തെളിയിച്ചത്, ഒളിമ്പിക്സ് ദീപം തെളിയിച്ചതാരാണ്? നവോമി ഒസാക്കിയാണ്. നവോമി ഒസാക്കിയാണ് ദീപം തെളിയിച്ചത്. പക്ഷേ ഉദ്ഘാടനം ചെയ്തതാരാണ്? നറുഹിതോ ചക്രവർത്തിയാണ്. ഓക്കെ, ഒരു കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ്? ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേര് യോഷിഹിദ സുഗ എന്നാണ്. യോഷിഹിദ സുഗ. ഓക്കെ, ഇതിനിടെ രാജിവെച്ച പ്രൈം മിനിസ്റ്ററാണ്, പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ. ഷിൻസോ ആബെ നമുക്ക് പരിചയമുള്ളൊരു പേരാണ് ഷിൻസോ ആബെ. അപ്പോൾ ഷിൻസോ ആബെ രാജിവെച്ചപ്പോൾ ആരാണ് പുതിയ പ്രധാനമന്ത്രി? യോഷിഹിദ സുഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം, ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഉദ്ഘാടനം ചെയ്തത് നറുഹിതോ ചക്രവർത്തിയാണ്, ദീപം തെളിയിച്ചത് നവോമി ഒസാക്കിയാണ്, ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? യോഷിഹിദ സുഗയാണ്, രാജിവെച്ച പ്രൈം മിനിസ്റ്ററാണ് ഷിൻസോ ആബെ. ഓക്കെ, അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഓക്കെ, ഉത്തരം ഇതാണ്, മൻപ്രീത് സിംഗ് ആൻഡ് മേരി കോം. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മൻപ്രീത് സിംഗും മേരി കോമുമാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ടോക്കിയോ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ആരാണ് ഇന്ത്യൻ പതാക ഏന്തിയത്? ഉത്തരം ബജ്രംഗ് പുനിയയാണ്. ആരാണ്? ബജ്രംഗ് പുനിയയാണ്. ബജ്രംഗ് പുനിയയാണ് ടോക്കിയോ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. രണ്ടും ഓർത്തു വെക്കേണ്ടതാണ്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? മൻപ്രീത് സിംഗും മേരി കോമുമാണ്. അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് എന്ന് ഒരു ചോദ്യമാണെങ്കിൽ, അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? അതൊരാളാണ്. ആരാണ്? ബജ്രംഗ് പുനിയാണ്. ബജ്രംഗ് പുനിയ. ഓക്കെ, ഇതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം കറണ്ട് അഫെയർ ആണ്. ഇങ്ങനൊരു നിയമനം ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റിന്റെ പേരെന്താണ്? അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റാണ് തോമസ് ബാക്ക്. ആരാണ്? തോമസ് ബാക്ക് ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റിന്റെ പേര് നരീന്ദ്ര ബത്ര എന്നാണ്. ആരാണ്? നരീന്ദ്ര ബത്ര. അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ. ആ സമയത്ത് ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേന്ദ്ര കായിക മന്ത്രാലയം. എന്താണത്? ആ ക്യാമ്പയിൻ്റെ പേര് ചിയർ ഫോർ ഇന്ത്യ എന്നാണ്. എന്താണ്? ചിയർ ഫോർ ഇന്ത്യ. ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായത് ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. ഓക്കെ, ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസഡർ ആരായിരുന്നു? സൗരവ് ഗാംഗുലിയാണ്. സൗരവ് ഗാംഗുലി. ഓക്കെ, ഇപ്പോഴത്തെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അനുരാഗ് താക്കൂറാണ്. അനുരാഗ് താക്കൂറാണ്. ആ സമയത്ത് ആരായിരുന്നു? കിരൺ റിജ്ജു ആയിരുന്നു. ഇപ്പോൾ മാറി. ആരാണ്? അനുരാഗ് താക്കൂർ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത്, എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു സംഗതിയാണ് മെഡൽ നില. ഒളിമ്പിക്സിലെ മെഡൽ നില നമുക്കറിയാം. ഏറ്റവും കൂടുതൽ സ്വർണവുമായി ആദ്യ സ്ഥാനം നേടിയത് ആരാണ്? ഒന്നാം സ്ഥാനം. ഒളിമ്പിക്സിലെ ഒന്നാം സ്ഥാനം ആർക്കായിരുന്നു? അമേരിക്കക്കായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനായിരുന്നു. ആകെ ഗോൾഡ് സ്വർണത്തിൻ്റെ എണ്ണം, സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 39 ആണ്. ആകെ മൊത്തം എത്ര മെഡലുകളാണ് കിട്ടിയത്? 113 ആണ്. ഓക്കെ,
ഓർത്തു വെക്കുക, 39 സ്വർണ്ണ മെഡലുകൾ. ഓക്കെ, രണ്ടാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്, 38 സ്വർണ്ണ മെഡലുകൾ. ആകെ മെഡലുകളുടെ എണ്ണം 88. അതുപോലെ ജപ്പാൻ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ്, അതുകൊണ്ട് ചോദിക്കാനൊരു ചാൻസ് ഉണ്ട്. ജപ്പാന്റെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ്. എത്രയാണ് സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? 27. അതുപോലെ ടോട്ടൽ മെഡൽ 58. ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യ 48-ാം സ്ഥാനത്താണ് എത്തിയത്. എത്രയാണ്? 48-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് 1 ഗോൾഡ് കിട്ടി, 1 സ്വർണം കിട്ടി, അതുപോലെ 2 സിൽവർ, 4 ബ്രോൺസ്. ഓക്കെ, ആകെ മെഡലുകളുടെ എണ്ണം 7. ഓക്കെ, നമ്മൾ വിശദമായി പഠിക്കും ഏതിലൊക്കെയാണ് സ്വർണം കിട്ടിയത്, അതുപോലെ വെള്ളി കിട്ടിയത്, വെങ്കലം കിട്ടിയത് എന്നൊക്കെ പഠിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ നമ്പർ പറഞ്ഞതാണ്. ആകെ 7 മെഡലുകൾ കിട്ടി. അതിൽ 1 സ്വർണം, 2 സിൽവർ, 4 ബ്രോൺസ്. ഓക്കെ, ഈ ടോക്കിയോ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാണ്? ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? യാങ് കിയാങ് ആണ്. ആരാണ്? യാങ് കിയാങ്. ഏത് രാജ്യക്കാരനാണ്? രാജ്യക്കാരിയാണ്, വനിതയാണ്. യാങ് കിയാങ് വനിതയാണ്. ചൈനയാണ്. ഓക്കെ, ചൈനീസ് വനിതയാണ് ആര്? യാങ് കിയാങ്. പ്രത്യേകത എന്താണ്? ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് യാങ് കിയാങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ആരാണ്? ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ആരാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ്. ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ഏത് ഇന്ത്യൻ താരത്തിനാണ് ആദ്യമായി മെഡൽ ലഭിക്കുന്നത്? ഉത്തരം എന്താണ്? നമുക്കറിയാം, മീരാഭായ് ചാനുവിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ലഭിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ ലഭിച്ച താരമാണ് മീരാഭായ് ചാനു. സിൽവർ മെഡലാണ് ലഭിച്ചത്. മീരാഭായ് ചാനുവിന് എന്താണ് കിട്ടിയത്? സിൽവർ മെഡലാണ് കിട്ടിയത്. അത് ഏത് വിഭാഗത്തിലാണെന്ന് നോക്കണം. 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ്. 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് മീരാഭായ് ചാനുവിന് സിൽവർ മെഡൽ ലഭിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവാണ് മീരാഭായ് ചാനു. ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, ടോക്കിയോ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ യാങ് കിയാങ് ആണ്. ചോദ്യം ഇത് വേറെയാണ്. ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ആരാണ്? ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവാണ് മീരാഭായ് ചാനു. സിൽവർ മെഡലാണ് ലഭിച്ചത്. 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് മീരാഭായ് ചാനുവിന് സിൽവർ മെഡൽ ലഭിക്കുന്നത്. ഓർത്തു വെക്കുക, ഇത് ചോദിക്കാൻ ഒരു 90% സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മീരാഭായ് ചാനു സിൽവർ മെഡൽ, 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ്. ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവാണ് മീരാഭായ് ചാനു. ഓക്കെ, രണ്ടാമത്തെ മെഡൽ ലഭിച്ചത് ആർക്കാണ്? പി വി സിന്ധുവിനാണ്. പി വി സിന്ധുവിന് ലഭിച്ചത് വെങ്കലമാണ്, ബ്രോൺസ് ആണ് പി വി സിന്ധുവിന് ലഭിച്ച മെഡൽ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? പി വി സിന്ധു. എന്താണ്? തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? പി വി സിന്ധു ആണ്. പി വി സിന്ധു വെങ്കല മെഡലാണ് ലഭിച്ചത്. പി വി സിന്ധു എന്താണ് പ്രത്യേകത? തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? പി വി സിന്ധു. അടുത്തത് മൂന്നാമത്തെ മെഡൽ. ആരാണ് മൂന്നാമത്തെ മെഡലിന് അർഹയായിരിക്കുന്നത്? ലാവ്ലിന ബോർഗോഹെയ്ൻ ആണ്. ആരാണ്? ലാവ്ലിന ബോർഗോഹെയ്ൻ ആണ് അടുത്ത മെഡൽ ലഭിച്ചിരിക്കുന്നത്. വെങ്കല മെഡൽ തന്നെയാണ്. വെങ്കല മെഡൽ ലഭിച്ചത് ആർക്കാണ്? ലാവ്ലിന ബോർഗോഹെയ്ൻ ആണ്.
69 കിലോഗ്രാം ബോക്സിങ്ങിലാണ് ലാവ്ലിന ബോർഗോഹെയിന് വെങ്കല മെഡൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മെഡലിൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന്, ആദ്യ മെഡൽ ജേതാവാരാണ്? മീരാബായി ചാനുവാണ്. വെള്ളി മെഡലാണ്, സിൽവർ മെഡലാണ് ലഭിച്ചത്. ഏതായിരുന്നു വിഭാഗം? 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ PV സിന്ധു എന്താണ്? വെങ്കല മെഡൽ ലഭിച്ചു. അടുത്തത് ലാവ്ലിന ബോർഗോഹെയിൻ വെങ്കല മെഡൽ ലഭിച്ചു. 69 കിലോഗ്രാം ബോക്സിങ്ങിലാണ് ലാവ്ലിന ബോർഗോഹെയിന് വെങ്കലം ലഭിക്കുന്നത്. അടുത്തത് പുരുഷ ഹോക്കി. പുരുഷ ഹോക്കിയിലും വെങ്കല മെഡലാണ് ലഭിച്ചത്. പുരുഷ ഹോക്കിയിലും വെങ്കല മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഓക്കെ, അതിലൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്, ഹോക്കി ടീമിൻ്റെ സ്പോൺസർ ആയ സംസ്ഥാനം ഏതായിരുന്നു? ഹോക്കി ടീമിൻ്റെ സ്പോൺസർ, ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ് അതിൽ പങ്കെടുത്ത ഹോക്കി ടീമിൻ്റെ സ്പോൺസർ ആരാണ്? ഒഡീഷയാണ്. ഓക്കെ, അതൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണ് ഹോക്കി ടീമിൻ്റെ സ്പോൺസർ ആയിരുന്നത്. ആ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? മൻപ്രീത് സിംഗ് ആയിരുന്നു. കോച്ച് ആരായിരുന്നു? ഗ്രഹാം റീഡ് ആയിരുന്നു. ഗോൾ കീപ്പർ നമ്മുടെ മലയാളിയായ PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബജ്രംഗ് പുനിയ വെങ്കല മെഡലാണ്. 65 കിലോഗ്രാം ഗുസ്തിയാണ്. 65 കിലോഗ്രാം ഗുസ്തിയിലാണ് ആർക്ക് കിട്ടുന്നത്? വെങ്കല മെഡൽ കിട്ടുന്നത് ബജ്രംഗ് പുനിയക്കാണ്. ഓക്കെ, ബജ്രംഗ് പുനിയ വെങ്കലം. ഓക്കെ, അടുത്തത് രവികുമാറാണ്. രവികുമാറും ഗുസ്തി തന്നെയാണ്, പക്ഷേ 57 കിലോഗ്രാം ആണ്. 57 കിലോഗ്രാം വിഭാഗത്തിൽ ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയതാരാണ്? രവികുമാറാണ്. ഓക്കെ, നമ്മളിപ്പോൾ 6 പേരുടെ പേര്, 6 മെഡലുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. 6 മെഡലുകളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ ലഭിച്ച ഇന്ത്യൻ താരം. സ്വർണ്ണ മെഡൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആര്? നീരജ് ചോപ്ര. വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ്. ഒന്നാമത്തെ ആളുണ്ട്, ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. രണ്ടാമത്തെ ആളാണ് ആര്? നീരജ് ചോപ്ര. ഏതാണ് വിഭാഗം? ജാവലിൻ ത്രോയാണ്. ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്രയ്ക്ക് സ്വർണം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരിശീലകനായിരുന്നു ഉവൈഹോൻ. ഓക്കെ, പരിശീലകനാരാണ്? ഉവൈഹോനാണ്. ഓക്കെ, August 7 ജാവലിൻ ത്രോ ഡേ ആയി ആചരിക്കാൻ വേണ്ടി ആഹ്വാനം നൽകിയതാരാണ്? കേന്ദ്ര കായിക വകുപ്പാണ്. എന്തുകൊണ്ടാണ്? നീരജ് ചോപ്രയ്ക്ക് സ്വർണം കിട്ടിയതാണ് ആ ദിവസം. ഓക്കെ, അപ്പോൾ നീരജ് ചോപ്രയ്ക്ക് എന്താണ് ലഭിച്ചത്? സ്വർണ്ണ മെഡലാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണ്. ഓക്കെ, നീരജ് ചോപ്രയാണ്. സ്വർണമാണ്. ജാവലിൻ ത്രോ ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. ഇനി പറയാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, വേദി. ടോക്കിയോ ഒളിമ്പിക്സ് 2020. ഓക്കെ, ജപ്പാനിലെ ടോക്കിയോയിലാണ്. ഓക്കെ, 2024 ഇനി നടക്കേണ്ടത്. 4 കൊല്ലം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ 2024 33ാമത്തെ ഒളിമ്പിക്സ് വേദിയാണ് എവിടെ? 33ാമത്തെ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? പാരീസിലാണ്. അതുപോലെ 2028 ഒളിമ്പിക്സ് വേദികളെക്കുറിച്ച് പറയാം. ഒളിമ്പിക്സ് വേദികൾ 2020 എവിടെയായിരുന്നു? ടോക്കിയോ. 2020 ടോക്കിയോ ഒളിമ്പിക്സ്. 2021 നടക്കുന്നത്, അത് വിഷയമാക്കണ്ട. അപ്പോൾ 2020 ചോദിച്ചാൽ എവിടെയാണ്? ടോക്കിയോ ആണ്. 4 കൊല്ലം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ 2024 വരുമ്പോൾ എവിടെയാണ്? പാരീസിലാണ്. 2028 എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. അതുപോലെ 2032 ബ്രിസ്ബെയിനാണ്, ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് നോക്കുക. 2020 ടോക്കിയോ, 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബെയിൻ. ഓക്കെ, ഇതാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കി പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് കവർ ചെയ്യേണ്ട രീതിയിൽ ഒളിമ്പിക്സിനെ കുറിച്ച് ഒരു ചെറിയൊരു പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഏറെയുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ
അടുത്ത ടോപ്പിക്ക് നൊബേൽ സമ്മാനമാണ്. സാധാരണ കറണ്ട് അഫയേഴ്സായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒക്ടോബറിൽ 2021 ഒക്ടോബറിൽ നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് ഈ ഒരു മാസം ഏകദേശം ഇപ്പോൾ ഒരു കുറച്ച് നാളായതേ ഉള്ളൂ. ഇനിയിപ്പോൾ നവംബർ 14 എക്സാം വരുമ്പോൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് നൊബേൽ സമ്മാനം. ഓക്കെ, നൊബേൽ സമ്മാനത്തെക്കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നൊബേൽ സമ്മാനം ആരുടെ പേരിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ആൽഫ്രഡ് നൊബേലിൻ്റെ പേരിലാണ്. ഈ പ്രാവശ്യം 2021 ഒക്ടോബറിൽ നൊബേൽ സമ്മാനം കൊടുത്തു. 2020 നൊബേൽ സമ്മാനം ലിസ്റ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2020 ഇനി ചോദിക്കാൻ ചാൻസ് കുറവാണ്. 2021 കറണ്ട് അഫെയറായിട്ട് ചോദിക്കാം. അപ്പോൾ ആദ്യം നൊബേൽ സമ്മാനം കൊടുക്കുന്ന മേഖലയാണ് വൈദ്യശാസ്ത്രം. ആദ്യം നൊബേൽ സമ്മാനം കൊടുക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രമാണ്. ഓക്കെ, എന്താണ് വൈദ്യശാസ്ത്രം? അല്ലെങ്കിൽ മെഡിസിൻ, അല്ലെങ്കിൽ ഫിസിയോളജി എന്നൊക്കെ പറയും. അപ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിലാണ് ആദ്യമായി നൊബേൽ സമ്മാനം കൊടുക്കുന്നത്. ഏത് മേഖലയിലാണ് നൊബേൽ സമ്മാനം കൊടുക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ എന്താണ് ഉത്തരം? വൈദ്യശാസ്ത്രമാണ്, അല്ലെങ്കിൽ മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ഫിസിയോളജിയാണ്. 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളാണ് ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡം പാറ്റപ്യൂഷ്യൻ. എന്താണ്? ഡേവിഡ് ജൂലിയസും ആർഡം പാറ്റപ്യൂഷ്യനുമാണ് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ. ഈ പേര് തറവാക്കുക. ഡേവിഡ് ജൂലിയസ് ആർഡം പാറ്റപ്യൂഷ്യൻ, അല്ലെങ്കിൽ ഡേവിഡ് ആൻഡ് ആർഡം എന്ന് പഠിക്കുക. ഓക്കെ, ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡം പാറ്റപ്യൂഷ്യനാണ് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ. 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളാണ് ഡേവിഡ് ജൂലിയസും ആർഡൻ പാറ്റപ്യൂഷ്യനും. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളാണ് ഡേവിഡ് ജൂലിയസ്, അതുപോലെ തന്നെ ആർഡം പാറ്റപ്യൂഷ്യൻ. രണ്ടും അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അവരുടെ കോൺട്രിബ്യൂഷനോ കാര്യങ്ങളൊക്കെ കുറേ പഠിക്കാനുണ്ടെങ്കിലും ഈ പേരുകളെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടാവുക. ഓക്കെ, ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം കൊടുക്കുന്ന മേഖല വൈദ്യശാസ്ത്രമാണ്. 2021 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ഡേവിഡ് ജൂലിയസിനും ആർഡം പാറ്റപ്യൂഷ്യനുമാണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡം പാറ്റപ്യൂഷ്യൻ. ഏതാണ് മേഖല? വൈദ്യശാസ്ത്രം, അല്ലെങ്കിൽ മെഡിസിൻ, അല്ലെങ്കിൽ ഫിസിയോളജി. ഓക്കെ, ഇതിലേത് ചോദിച്ചാലും എന്താണ് ഉത്തരം? ഡേവിഡ് ജൂലിയസ് ആർഡം പാറ്റപ്യൂഷ്യൻ. ഓക്കെ, അടുത്തതാണ് പറയുന്നത്. വൈദ്യശാസ്ത്രം കഴിഞ്ഞു. ഇനി ഭൗതികശാസ്ത്രം. ഓക്കെ, ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? 1 ഷുക്കുറോ മനാബെ, 2 ക്ലൗസ് ഹാസൽമാൻ, 3 ജോർജിയോ പരീസി. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിക്കുക. ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഒരുപാട് തവണ ഇത് കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ, എന്നാലും ഇത് ഓർമ്മയുണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞത് ഭൗതികശാസ്ത്രമാണ്. നേരത്തെ പറഞ്ഞത് വൈദ്യശാസ്ത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വൈദ്യശാസ്ത്രം മറന്നിട്ടുണ്ടാവും. എന്താണ്? ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡം പാറ്റപ്യൂഷ്യനാണ് വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ. അതുപോലെ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരാണെന്ന് പഠിക്കണം. ആരൊക്കെയാണ്? ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. എന്താണ്? ജോർജിയോ പരീസി. ഓക്കെ, 3 പേരുകൾ ഓർത്ത് നോക്കുക. ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഈ 3 പേരുകൾ ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് തറവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഓക്കെ, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 മേഖല പറഞ്ഞു: വൈദ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം. വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡം പാറ്റപ്യൂഷ്യൻ. ഓക്കെ,
രണ്ടാമത്തത് ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഷുഗുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഓർമ്മയുണ്ടാവണം ഈ രണ്ട് കാര്യങ്ങൾ. ഇനിയും വരാനുണ്ട് ഒരുപാട് മേഖലകൾ. അടുത്തത് രസതന്ത്രമാണ്, കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ആർക്കൊക്കെയാണ് കിട്ടിയത്? 2 പേർക്കാണ്. ഒന്ന് ബെഞ്ചമിൻ ലിസ്റ്റ്, 2 ഡേവിഡ് മാക്മില്ലൻ. ഒന്ന് ബെഞ്ചമിൻ ലിസ്റ്റാണ്, രണ്ടാമത്തെ ആളുടെ പേര് ഡേവിഡ് മാക്മില്ലൻ എന്നാണ്. ബെഞ്ചമിൻ ലിസ്റ്റ് ആൻഡ് ഡേവിഡ് മാക്മില്ലനാണ് 2021 രസതന്ത്ര നൊബേൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ കെമിസ്ട്രി നൊബേൽ ലഭിക്കുന്നത്. ഓർമ്മ വേണം, ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലൻ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് കിട്ടിയത്? ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡം പാറ്റപ്യൂഷ്യൻ. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് ഭൗതികശാസ്ത്രമാണ്. അതിൽ ആർക്കൊക്കെയാണ് കിട്ടിയത്? കിട്ടിയതെന്ന് ഓർമ്മയുണ്ടാവൂലേ? ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് ഓർമ്മ വേണം. ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഭൗതികശാസ്ത്രം. ഇനി എന്താണ്? രസതന്ത്രമാണ്. ബെഞ്ചമിൻ ലിസ്റ്റ് ആൻഡ് ഡേവിഡ് മാക്മില്ലനും ബെഞ്ചമിൻ ലിസ്റ്റിനുമാണ് എന്ത് ലഭിക്കുന്നത്? കെമിസ്ട്രിയിൽ നൊബേൽ കിട്ടുന്നത് 2021. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് സമാധാനമാണ്. സമാധാന നൊബേൽ, പീസ് പ്രൈസ്. 2 പത്രപ്രവർത്തകർക്കാണ് കിട്ടിയത്. മരിയ റസ ആൻഡ് ദിമിത്രി മുറട്ടോവ്. മരിയ റസയും ദിമിത്രി മുറട്ടോവിനുമാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 2021 സമാധാന നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മരിയ റസ ആൻഡ് ദിമിത്രി മുറട്ടോവ്. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ സമാധാന നൊബേൽ ഒന്ന് പഠിച്ചു നോക്കുക. സമാധാന നൊബേൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ മരിയ റസ ആൻഡ് ദിമിത്രി മുറട്ടോവ് ആണ്. പത്രപ്രവർത്തകരാണ്. മരിയ റസ ദിമിത്രി മുറട്ടോവ് എന്നാണ് സമാധാന നൊബേൽ സമ്മാന ജേതാക്കളാണ് 2021. ഓക്കെ, ഓർമ്മ വേണം. 2021 സമാധാന നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? മരിയ റസ ആൻഡ് ദിമിത്രി മുറട്ടോവ്. അങ്ങനെയാണെങ്കിൽ രസതന്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ബെഞ്ചമിൻ ലിസ്റ്റ് ആൻഡ് ഡേവിഡ് മാക്മില്ലനും ബെഞ്ചമിൻ ലിസ്റ്റും. അങ്ങനെയാണെങ്കിൽ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? നിങ്ങളുടെ ഉത്തരം എന്താണ്? ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഷുക്കുറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഓർമ്മ വേണം. അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡൻ പാറ്റപുഷ്യൻ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് സമാധാനം പറഞ്ഞു, രസതന്ത്രം പറഞ്ഞു, പിന്നെന്താണ്? വൈദ്യശാസ്ത്രം പറഞ്ഞു, ഭൗതികശാസ്ത്രം പറഞ്ഞു. ഇനി പറയാനുള്ളത് സാഹിത്യമാണ്. 2021 സാഹിത്യ പുരസ്കാരം, സാഹിത്യ നൊബേൽ ലഭിക്കുന്നത് അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ്. ആർക്കാണ്? അബ്ദുൾ റസാഖ് ഗുർണ സാഹിത്യ നൊബേൽ സമ്മാന ജേതാവാണ് 2021. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. സമാധാനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സാഹിത്യവും. 2021 സാഹിത്യ നൊബേൽ സമ്മാന ജേതാവാണ് അബ്ദുൾ റസാഖ് ഗുർണ. ഓർമ്മ വേണം, അബ്ദുൾ റസാഖ് ഗുർണ. ഓക്കെ, ഇനി ഏറ്റവും അവസാനം നൽകുന്ന മേഖല, നൊബേൽ സമ്മാനം ഏറ്റവും അവസാനം നൽകുന്ന മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം. ആർക്കാണ് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്? 3 പേർക്കാണ്. ഒന്ന് ഡേവിഡ് കാർഡ്, 2 ജോഷ ഡി ആൻഗ്രിസ്റ്റ്, 3 ഗിഡോ ഇംബ്രൻസ്. ആർക്കൊക്കെയാണ്? ഡേവിഡ് കാർഡ്, ജോഷ ഡി ആൻഗ്രിസ്റ്റ്, ഗിഡോ ഇംബ്രൻസ്. ഓക്കെ, ആർക്കൊക്കെയാണ്? ഡേവിഡ് കാർഡ്, ജോഷ ഡി ആൻഗ്രിസ്റ്റ്, ഗിഡോ ഇംബ്രൻസ്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിലെ നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് കാർഡ്, ജോഷ ഡി ആൻഗ്രിസ്റ്റ്, ഗിഡോ ഇംബ്രൻസ്. ഓക്കെ, അപ്പോൾ
ഇതൊക്കെ ഒന്ന് ഓർമ്മ വേണം. 6 മേഖലകളാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ആദ്യം നൽകുന്ന മേഖലയാണ് ഏറ്റവും ആദ്യം നൽകുന്ന മേഖലയാണ് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി. ഏറ്റവും അവസാനം നൽകുന്ന മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളാണ് 2 പേർ. ആരൊക്കെയാണ്? ഡേവിഡ് ജൂലിയസ് ആൻഡ് ആർഡൻ പാറ്റപുഷ്യൻ. ഓക്കെ, അടുത്തത് ഭൗതികശാസ്ത്രം. ഓർമ്മ വേണം, ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളാണ് ഷുക്കൂറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഷുക്കൂറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി, ഭൗതികശാസ്ത്രം. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു രസതന്ത്രം. രസതന്ത്രം ആർക്കാണ്? ബെഞ്ചമിൻ ലിസ്റ്റ് ആൻഡ് ഡേവിഡ് മാക്മില്ലൻ. ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മില്ലനുമാണ് രസതന്ത്ര നൊബേൽ ലഭിച്ചത്. ഓക്കെ, അടുത്തത് സമാധാനം പറഞ്ഞു. മരിയാറസ ദിമിത്രി മൊറട്ടോവ്. ദിമിത്രി മൊറട്ടോവ്. അടുത്തത് നമ്മൾ പറഞ്ഞു സാഹിത്യം. അബ്ദുൾ റസാഖ് ഗുർണ. ആരാണ്? അബ്ദുൾ റസാഖ് ഗുർണ, സാഹിത്യ നൊബേൽ. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു ഡേവിഡ് കാർഡ്, ജോഷ ഡി ആൻഗ്രിസ്റ്റ്, ഗിഡോ ഇംപ്രൻസ്. ആരാണ്? 2021 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളാണ്. ഇത്രയുമാണ് നൊബേൽ സമ്മാനം. ഇവരുടെ കോൺട്രിബ്യൂഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു നോക്കുക. ഈ പേരുകൾ പ്രധാനപ്പെട്ടതാണ്. എല്ലാ പേരുകളും പ്രധാനപ്പെട്ട പേരുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ പേരുകളും പഠിച്ചു നോക്കുക, പൂർണ്ണമായും പഠിച്ചു നോക്കുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 2021 വയലാർ അവാർഡ് ജേതാവാരാണ്? 2021 വയലാർ അവാർഡ് ജേതാവാരാണ്? 2021 വയലാർ അവാർഡ് ജേതാവാണ് ബെന്യാമിൻ. ആരാണ്? ബെന്യാമിനാണ്. എന്താണ് കൃതിയുടെ പേര്? വയലാർ അവാർഡ് ലഭിക്കാൻ കാരണമായ കൃതിയുടെ പേരാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡ് ജേതാവാണ് ബെന്യാമിൻ. ബെന്യാമിൻ്റെ കൃതിയുടെ പേര് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. രണ്ടും ഓർത്ത് നോക്കുക. ബെന്യാമിനാണ് 2021 വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, ഓർത്ത് നോക്കുക. 2020 ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 2020 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ കൃതിയുടെ പേരെന്താണ്? ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്നാണ്. എന്താണ് പേര്? ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2020 വയലാർ അവാർഡ് ജേതാവായിരുന്നു ഏഴാച്ചേരി രാമചന്ദ്രൻ. കൃതിയുടെ പേര് ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2019 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? VJ ജെയിംസിനാണ്. VJ ജെയിംസിൻ്റെ കൃതിയുടെ പേര് നിരീശ്വരൻ എന്നാണ്. ഓക്കെ, നമ്മൾ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് ഏതാണ്? 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ കൃതിയുടെ പേരാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓർത്ത് നോക്കുക. 2021 വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിൻ്റെ കൃതിയുടെ പേരാണ്, വയലാർ അവാർഡ് ലഭിക്കാൻ കാരണമായ കൃതിയുടെ പേരാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നവംബർ 14 എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയാണ്. മലയാള സിനിമയാണ്, മോഹൻലാലിൻ്റെ സിനിമയാണ്, സംവിധാനം പ്രിയദർശനാണ്. അപ്പോൾ ഏറ്റവും മികച്ച സിനിമ ഏതായിരുന്നു? മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം നിർമ്മല സീതാരാമനാണ്. 2021 ഫെബ്രുവരി 1 ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്.
67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമ ഏതായിരുന്നു? മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെ ധനമന്ത്രിയാണ്, നിർമ്മല സീതാരാമനാണ്. 2021 ഫെബ്രുവരി 1 അടുത്തത് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ 2020 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നിവിൻ പോളിയാണ്. ഉത്തരം നിവിൻ പോളിയാണ്. മൂത്തോൻ എന്ന സിനിമയാണ്. മൂത്തോൻ. ഓക്കെ, അടുത്തത് 4ാമത്തെ ചോദ്യം. കോവിഡ് പ്രതിരോധത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച വാക്സിനായ കോവാക്സിൻ്റെ നിർമ്മാതാക്കൾ ആരാണ്? ഭാരത് ബയോടെക് ഹൈദരാബാദാണ്. കോവിഷീൽഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കോവിഷീൽഡ് ആരാണ്? പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, 2020-21 കേരള ബജറ്റിൻ്റെ കവർ പേജ് എന്തായിരുന്നു? വെടിയേറ്റ് വീണ ഗാന്ധിജിയാണ്. 6ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ. അതുപോലെ തന്നെ ശുഭയാത്രയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. നമുക്ക് ബ്രാൻഡ് അംബാസഡറിനെ കുറിച്ചൊന്ന് ശരിക്കും നോക്കണം. വിമുക്തി കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ് വിമുക്തി എന്ന് പറയുന്ന പ്രോഗ്രാം. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസഡറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. മൃതസഞ്ജീവിനി, ശുഭയാത്ര എന്നിവയുടെ ബ്രാൻഡ് അംബാസഡറാണ് മോഹൻലാൽ. അതുപോലെ തന്നെ മെയ്ക്ക് ഇൻ കേരള, അക്ഷയ പദ്ധതി, കൂടാതെ സുകൃതം എന്നിവയുടെയൊക്കെ ബ്രാൻഡ് അംബാസഡറാണ് മമ്മൂട്ടി. അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അതുപോലെ കുടുംബശ്രീയുടെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. പിന്നെ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അതുപോലെ സിനിമാ നടൻ ദിലീപ് അതുല്യം എന്ന് പറയുന്നൊരു പദ്ധതിയുടെ, കേരളത്തെ സാക്ഷരരാക്കാനുള്ള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് ദിലീപ്. അതുല്യം എന്നാണ് പേര്. അതുപോലെ തന്നെ ടൊവിനോ തോമസ് കേരളത്തിലെ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ബ്രാൻഡ് അംബാസഡർമാരെ പഠിക്കണം. അതുപോലെ ഹരിത കേരളം KJ യേശുദാസാണ് ബ്രാൻഡ് അംബാസഡർ. ബാലനിധി KS ചിത്രയാണ് ബ്രാൻഡ് അംബാസഡർ. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് മൃതസഞ്ജീവനി, ശുഭയാത്ര ആരാണ്? മോഹൻലാലാണ്. അതുപോലെ മമ്മൂട്ടി ബ്രാൻഡ് അംബാസഡറായി വരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് മെയ്ക്ക് ഇൻ കേരളയാണ്. 2 ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണ്. നേരത്തെ പറയാൻ വിട്ടുപോയി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണ്. 3 വരുന്നത് അക്ഷയാണ്. 4 മുമ്പുണ്ടായിരുന്നതാണ് സുകൃതം പദ്ധതി, ക്യാൻസർ ചികിത്സയ്ക്കായിട്ടുള്ള പദ്ധതി. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ ടൊവിനോ തോമസ് ആണ്. അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ദിലീപാണ്. ഷീ ടാക്സി കുടുംബശ്രീയുടെ ജൈവ കൃഷി പദ്ധതി, അതുപോലെ തന്നെ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതി എന്നിവയുടെ ബ്രാൻഡ് അംബാസഡറാണ് മഞ്ജു വാര്യർ. അതുപോലെ തന്നെ KS ചിത്ര, ബാലനിധി, ഹരിത കേരളം KJ യേശുദാസ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? പാലക്കാടാണ്. എപ്പോഴാണ് രക്തദാന ദിനം എന്നോർത്ത് നോക്കുക? ജൂൺ 14 രക്തദാന ദിനം. ലോക രക്തദാന ദിനമാണ് ജൂൺ 14. ഈ വർഷത്തെ രക്തദാന ദിനത്തിൻ്റെ പ്രമേയം ഒന്നോർത്ത് നോക്കുക. ഡൊണേറ്റ് ബ്ലഡ് കീപ് ദ വേൾഡ് ബീറ്റിംഗ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് നോക്കുക. രക്തദാന ദിനം, ലോക രക്തദാന ദിനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജൂൺ 14 ഈ പ്രാവശ്യത്തെ അതിൻ്റെ തീം എന്താണ്, പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഡൊണേറ്റ് ബ്ലഡ് കീപ് ദ വേൾഡ് ബീറ്റിംഗ്. ഓക്കെ, അതുപോലെ ദേശീയ രക്തദാന ദിനം എപ്പോഴാണ്? ഒക്ടോബർ 1. ഓക്കെ, ഇതൊന്ന് ഓർത്ത് നോക്കുക. ഓക്കെ,
ഒരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ ആണ്. കേരളത്തിലെ യുവജനക്ഷേമ ബോർഡ് നടപ്പിലാക്കുന്ന രക്തദാന പദ്ധതിയുടെ പേരെന്താണ്? കേരളത്തിലെ യുവജനക്ഷേമ ബോർഡ് നടപ്പിലാക്കുന്ന രക്തദാന പദ്ധതിയുടെ പേരാണ് ജീവദായിനി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചു നോക്കുക. രക്തദാന പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ രക്തദാന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടപ്പിലാക്കുന്ന രക്തദാന പദ്ധതിയാണ് ജീവദായിനി. അടുത്തത് 2022 ഇന്ത്യക്കാരെ ബഹിരാകാശത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഗഗൻയാനാണ്. ഗഗൻയാനാണ്. ഓക്കെ, ഓർമ്മയുണ്ടാവണം, ഗഗൻയാൻ. എന്താണ് പദ്ധതി? 2022 ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ്. ഓക്കെ, 2020 IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ചാമ്പ്യന്മാരായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. മുംബൈ ഇന്ത്യൻസ് 2020 പറയുന്നത്, 2021 ആയിട്ടില്ല, 2020. ഓക്കെ, അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് മിസൈലാണ് അടുത്ത രാജ്യങ്ങളിലേക്ക്, അയൽ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? ഉത്തരം ആകാശ് മിസൈലാണ്. ആകാശ് മിസൈലാണ്. അത് തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ്. അതാണ് സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഓക്കെ, അടുത്ത ചോദ്യം കോവിഡുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകുന്ന ആദ്യ വാക്സിൻ ഏതാണ്? WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകുന്ന ആദ്യ വാക്സിനാണ് ഫൈസർ വാക്സിൻ. ഫൈസർ വാക്സിൻ. ഓക്കെ, 12-13 ചോദ്യങ്ങൾ നമുക്ക് വിടാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് 14. സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിൽ ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിലാണ് കണ്ണൂർ. ഓക്കെ, അടുത്തത് പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് ഏത് പദ്ധതിയാണ്? അക്ഷയ കേരളമാണ്. അക്ഷയ ഈ കേരളം. നമ്മൾ നേരത്തെ പറഞ്ഞു അക്ഷയയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അക്ഷയയുടെ ബ്രാൻഡ് അംബാസഡറാണ് മമ്മൂട്ടി. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ബുദ്ധമത തീം പാർക്ക് നിർമ്മിച്ചത് എവിടെയാണ്? സാഞ്ചിയിലാണ്. മധ്യപ്രദേശിലാണ് സാഞ്ചി ഉള്ളത്. അടുത്തത് കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായി വിമാനം സാനിറ്റൈസ് ചെയ്യാൻ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച കമ്പനി ഏതാണ്? എയർ ഇന്ത്യയാണ്. ഇപ്പോൾ എയർ ഇന്ത്യ ആരാണ് ഏറ്റെടുത്തിട്ടുള്ളത്? ടാറ്റയാണ്. അതൊന്ന് ഓർമ്മ വേണം. പതിനെട്ടാമത്തെ ചോദ്യം, വാട്സപ്പിൽ ബാങ്കിംഗ് സർവീസുകൾ ആരംഭിച്ച ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ ഗ്രീൻ ടാഗ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. സർക്കാർ സ്ഥാപനങ്ങളിൽ ഗ്രീൻ ടാഗ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. 20. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക കേന്ദ്രമായി മാറിയ നഗരം ഏതാണ്? ബാംഗ്ലൂരാണ്. സിലിക്കൺ വാലി എന്നൊക്കെ അറിയപ്പെടുന്ന ബാംഗ്ലൂരാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക കേന്ദ്രം, ടെക് ഹബ്ബായി മാറിയത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? MR വീരമണി രാജു ആണ്. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് MR വീരമണി രാജു ആണ്. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. ആദ്യമായി വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതാണ്? കേരളമാണ്. ആദ്യമായി വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭയാണ് കേരളം. അടുത്തത് രോഗികളായ വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? കാരുണ്യ അറ്റ് ഹോം ആണ്. പുതിയ പദ്ധതിയാണ്. രോഗിയായ വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കാരുണ്യ അറ്റ് ഹോം. അടുത്തത്, കേരളത്തിലെ ആദ്യ പാരാസെയിലിംഗ് ആരംഭിച്ചത് എവിടെയാണ്? കോവളത്താണ്. കേരളത്തിലെ ആദ്യ പാരാസെയിലിംഗ് ആരംഭിച്ചത് എവിടെയാണ്? കോവളമാണ്. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ ലഭിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. മാലിദ്വീപിനാണ് നമ്മൾ വാക്സിൻ കൊടുത്തത്.
ഒരു പ്രധാനപ്പെട്ട ചോദ്യം, IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരമാരാണ്? സഞ്ജു സാംസൺ ആണ്. IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. അടുത്തത്, കേരള നിയമസഭയിലേക്ക് മത്സരിച്ച ആദ്യ ട്രാൻസ്ജെൻഡറിന്റെ പേരെന്താണ്? കേരള നിയമസഭയിലേക്ക് മത്സരിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് അനന്യകുമാരി അലക്സ്. അനന്യകുമാരി അലക്സ്. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ന്യൂസിലൻഡാണ്. അടുത്തത്, ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായമുള്ള വ്യക്തിയുടെ പേരെന്താണ്? ആൻ റോന്ത് എന്നാണ്. ആൻ റോന്ത്. ഓക്കെ, ആൻ റോന്ത്. 30, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം 2019 ലഭിച്ചതാർക്കാണ്? 51ാമത്തെ പുരസ്കാരം ലഭിച്ചത് രജനീകാന്തിനാണ്. 51ാമത്തത് രജനീകാന്തിനാണ്. ശിവാജിറാവു ഗേക്വാദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. 2018, അതായത് 50ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതാർക്കാണ്? അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചനാണ് GSTയുടെ ബ്രാൻഡ് അംബാസഡർ. ഓർത്തു വെക്കുക. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1969 ഇതൊക്കെ ഇന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയുടെ ലഘു യുദ്ധവിമാനമായ തേജസിൽ യാത്ര ചെയ്ത ആദ്യ വനിത ആരാണ്? ഇന്ത്യയുടെ ലഘു യുദ്ധവിമാനമായ തേജസിൽ യാത്ര ചെയ്ത ആദ്യ വനിത ആരാണ്? PV സിന്ധു ആണ്. PV സിന്ധു. പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇനി പറയുന്നത്. കേരളത്തിലെ പുതിയ പോലീസ് മേധാവി ആരാണ്? കേരളത്തിലെ പുതിയ പോലീസ് മേധാവി അനിൽകാന്താണ് കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. കേരളത്തിൻ്റെ DGP ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? അനിൽകാന്താണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ആര്? അനിൽകാന്ത്. കേരളത്തിലെ DGP ആവുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് അനിൽകാന്ത്. രണ്ടാമത്തെ ചോദ്യം, കൊച്ചി മെട്രോയുടെ പുതിയ MD ആരാണ്? കൊച്ചി മെട്രോയുടെ പുതിയ MD ആരാണ്? കൊച്ചി മെട്രോയുടെ പുതിയ MD ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? നമ്മുടെ പഴയ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ്. ലോക്നാഥ് ബെഹ്റ. അപ്പോൾ 2 ചോദ്യങ്ങൾ. അനിൽകാന്ത് ആരാണ്? ഇപ്പോഴത്തെ DGP ആണ്. ലോക്നാഥ് ബെഹ്റ ആരാണ്? ഇപ്പോഴത്തെ കൊച്ചി മെട്രോയുടെ MDയുടെ പേര് ലോക്നാഥ് ബെഹ്റ എന്നാണ്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? VP ജോയി ആണ്. ആരാണ്? VP ജോയി ആണ്. VP ജോയി ആണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ പേരെന്താണ്? വിശ്വാസ് മേത്ത എന്നാണ്. വിശ്വാസ് മേത്തയാണ് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? യശ്വർദ്ധന കുമാർ സിൻഹയാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് യശ്വർദ്ധന കുമാർ സിൻഹ. ദേശീയ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ദേശീയ ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചാൽ എ ഷാജഹാനാണ്. കേരളത്തിൻ്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ആരാണ്? അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ പേരെന്താണ്? അരുൺ കുമാർ മിശ്ര. ഓർത്തു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് അരുൺ കുമാർ മിശ്ര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആന്റണി ഡൊമിനിക്. ഒരിക്കൽ കൂടി പറയും, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയുടെ പേരെന്താണ്? പി സതീദേവി. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? രേഖാ ശർമ്മ. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷരാണ്? വിജയ് സാംബ്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാൻ. അപ്പോൾ 14 പുതിയ നിയമനങ്ങളാണ് പറഞ്ഞത്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ 14 ഓർത്ത് തറവാക്കി വെക്കുക. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, കേരളത്തിലെ പുതിയ പോലീസ് മേധാവി ആരാണ്? കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവി അല്ലെങ്കിൽ DGP ആണ് അനിൽകാന്ത്. എന്താണ് അനിൽകാന്തിൻ്റെ പ്രത്യേകത? ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ DGP ആണ്. കേരളത്തിലെ ആദ്യത്തെ DGP ആണ് ആര്? അനിൽകാന്ത്.
രണ്ടാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ പുതിയ എം ഡിയുടെ പേരെന്താണ്? കൊച്ചി മെട്രോയുടെ പുതിയ എം ഡി ആണ് ലോക്നാഥ് ബെഹ്റ. നമ്മുടെ മുൻ ഡി ജി പി ആണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ കൊച്ചി മെട്രോ എം ഡി. അടുത്തത്, കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയുടെ പേരെന്താണ്? വി പി ജോയ് ആണ്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് വി പി ജോയ്. അടുത്ത ചോദ്യം, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്തയാണ്. വിശ്വാസ് മേത്ത. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? യശ്വർദ്ധന കുമാർ സിൻഹയാണ്. ആരാണ്? യശ്വർദ്ധന കുമാർ സിൻഹയാണ്. 6, ദേശീയ ഇലക്ഷൻ കമ്മീഷണറുടെ പേരെന്താണ്? സുശീൽ ചന്ദ്ര എന്നാണ്. ദേശീയ ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ. എ ഷാജഹാൻ. 8, കേരളത്തിലെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറിൻ്റെ പേര് സഞ്ജയ് കൗൾ എന്നാണ്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് സഞ്ജയ് കൗൾ. 9, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ അരുൺ കുമാർ മിശ്രയാണ്. അരുൺ കുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആൻ്റണി ഡൊമിനിക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആൻ്റണി ഡൊമിനിക്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ, പുതിയ അധ്യക്ഷയാണ് പി സതീദേവിയാണ്. ആരാണ്? പി സതീദേവി. അങ്ങനെയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാരാണ്? രേഖാ ശർമ്മയാണ്. രേഖാ ശർമ്മ. 13, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷയാരാണ് അല്ലെങ്കിൽ അധ്യക്ഷനാരാണ്? വിജയ് സാംബ്ലയാണ്. വിജയ് സാംബ്ല. 14, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാനാണ്. ആരാണ്? ഹർഷ് ചൗഹാൻ. ഇത് പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. ഈ കേരളത്തിലെയുണ്ട്, ഇന്ത്യയിലെയുണ്ട്. ഇനിയും ഒരുപാട് വരാനുണ്ട്. ഏകദേശം 10-30ഓളം ചോദ്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെയാണ്. നിങ്ങൾ മനസ്സിരുത്തി പഠിക്കണം ഇത്. ഓക്കെ, അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. 15ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഹർഷ് വർദ്ധൻ ശൃംഗയാണ്. ഹർഷ് വർദ്ധൻ ശൃംഗയാണ് ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി. ഓക്കെ, 16ാമത്തെ ചോദ്യം, UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആരാണ്? പ്രദീപ് കുമാർ ജോഷിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ PSC ചെയർമാൻ ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. ഓക്കെ, 16, UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? UPSCയുടെ ചെയർമാനാണ് പ്രദീപ് കുമാർ ജോഷി. 17, ഇന്ത്യയുടെ CAG ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇപ്പോഴത്തെ CAG. 18, ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? മലയാളിയായ KK വേണുഗോപാലാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ. 19, ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ് K ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. K ഗോപാലകൃഷ്ണക്കുറുപ്പ്. 21, കേരളത്തിലെ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? S മണികുമാറാണ്. മണികുമാർ. 22, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? NV രമണ അഥവാ നുതലപ്പാട്ടി വെങ്കട്ടരമണ എന്നാണ്. ഓക്കെ, NV രമണയാണ്. 23, ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? MB രാജേഷാണ്. 24, 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. NK സിംഗ് ആണ്. നിലവിലെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണറുടെ പേരെന്താണ്? വിവേക് ജോഷി എന്നാണ്. വിവേക് ജോഷിയാണ്. നിലവിലെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. DRDOയുടെ ചെയർമാൻ ആരാണ്? G സതീഷ് റെഡ്ഡിയാണ്. ഒരിക്കൽ കൂടി പറയാം നമുക്ക്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറിയുടെ പേരാണ് ഹർഷ് വർദ്ധൻ ശൃംഗ. 16, UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് പ്രദീപ് കുമാർ ജോഷി. UPSC ചെയർമാൻ ആരാണ്? പ്രദീപ് കുമാർ ജോഷിയാണ്. അങ്ങനെയാണെങ്കിൽ PSC ചെയർമാൻ്റെ പേര് കൂടി പഠിച്ചു നോക്കണം. ആരാണ്? അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ആണ്. 17, ഇന്ത്യയുടെ CAG ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG ആരാണ്?
ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. 18 ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലാണ് KK വേണുഗോപാൽ. അദ്ദേഹം മലയാളിയാണ്. KK വേണുഗോപാൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലാണ് KK വേണുഗോപാൽ. 19 ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. അടുത്തത് 20 കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലാണ് K ഗോപാലകൃഷ്ണക്കുറുപ്പ്. അതുപോലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ് എസ് മണികുമാർ. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് NV രമണ അല്ലെങ്കിൽ നുതലപ്പാട്ടി വെങ്കട്ടരമണ. ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. നിയമസഭാ സ്പീക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? നിയമസഭാ സ്പീക്കറാണ് MB രാജേഷ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ NK സിംഗ് ആണ്. നിലവിലെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? വിവേക് ജോഷിയാണ്. നിലവിലെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. DRDOയുടെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ സതീഷ് റെഡ്ഡിയാണ്. അടുത്ത ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISRO എന്താണ്? ISRO എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ISRO എന്ന് പറയുന്നത്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അന്തരീക്ഷ് ഭവൻ എന്നാണ് പേര്. അപ്പോൾ ISROയുടെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ISROയുടെ ചെയർമാൻ്റെ പേര് K ശിവൻ എന്നാണ്. K ശിവനാണ് ISROയുടെ ചെയർമാൻ. ചാന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാലും K ശിവനാണ്. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായി ആണ്. ISROയുടെ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? സതീഷ് ധവാനാണ്. ISRO ചെയർമാനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ MGK മേനോനാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ISRO നിലവിൽ വന്ന വർഷം കൂടി പഠിക്കണം. 1969 നിലവിൽ വന്ന വർഷം. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ് ഭവനാണ്, ബാംഗ്ലൂരുമാണ്. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ K ശിവനാണ്. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ MGK മേനോനാണ്. ഓർത്ത് വെക്കുക. അടുത്തത് VSC ചെയർമാൻ. വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. തുമ്പയിലാണ്, തിരുവനന്തപുരത്താണ്. സോമനാഥാണ്. ആരാണ്? സോമനാഥാണ് VSSCയുടെ ചെയർമാൻ. ഓക്കെ, VSSCയുടെ ചെയർമാൻ. ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് ഉത്തരം? ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ അല്ലെങ്കിൽ എന്താണ്? തിരുവനന്തപുരം VSSC. ISROയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമാണ് കലാം ദ്വീപ് അല്ലെങ്കിൽ വീലർ ദ്വീപ് എന്ന് പറയും, ചാന്ദിപ്പൂർ, ഒഡീഷ. അതുപോലെ ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ഓർമ്മ വേണം ഇതൊക്കെ. അടുത്തത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പേരെന്താണ്? അജിത് ഡോവൽ എന്നാണ്. അജിത് ഡോവൽ. CBIയുടെ ഡയറക്ടർ ആരാണ്? സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ. 32 നീതി ആയോഗിൻ്റെ പുതിയ CEO ആരാണ്? അമിതാഭ് കാന്ത് ആണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? രാജീവ് കുമാർ ആണ്. ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ആരാണ് വൈസ് ചെയർമാൻ? രാജീവ് കുമാറാണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ചെയർമാൻ്റെ പേരെന്താണ്? ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ചെയർമാൻ ആരാണ്? PC ഘോഷാണ്. പിനാക്കി ചന്ദ്രഘോഷാണ്. ഓക്കെ, അപ്പോൾ ISROയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? K ശിവനാണ്. VSSCയുടെ ചെയർമാൻ ആരാണ്? സോമനാഥാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവലാണ്. CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. നീതി ആയോഗിൻ്റെ CEO ആരാണ്? അമിതാഭ് കാന്ത് ആണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? രാജീവ് കുമാറാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ചെയർമാൻ ആരാണ്?
പിനാക്കി ചന്ദ്രഘോഷാണ്, അതായത് PC ഘോഷാണ്. ഓക്കെ, 34 ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ട്. നേരത്തെ ഒരു 31 ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 65 ചോദ്യങ്ങൾ, കൂടാതെ നൊബേൽ പ്രൈസ്, അതുപോലെ വയലാർ അവാർഡ്, അതുപോലെ ഒളിമ്പിക്സ്, ഈ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളും പ്രധാനപ്പെട്ട കുറച്ച് എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തറവാക്കി പഠിക്കുക. നവംബർ 14 എക്സാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ്, കുറച്ച് GK വരും എന്ന് ഉറപ്പുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള GK. ഓക്കെ.